അപ്പം നമ്മൾ ഒരു ബൗളിൽ ഇങ്ങനെ ബട്ടർ എടുത്ത് വെച്ചാണ്. ഇവിടെ ലൈറ്റ് ഇങ്ങനെ ബ്ലറായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബട്ടറാണ്. ഇനി നമുക്ക് മെല്ലെ കോമ്പൗണ്ട് ഇടാം. നമുക്ക് ഇനി ഇതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിടാം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ബട്ടറും ഉണ്ട്, ഇപ്പോൾ ചോക്ലേറ്റും ഉണ്ട്. ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ അടിയിൽ നമ്മൾ വെള്ളം ചൂടാക്കിയിരിക്കുന്നത്. നല്ല ചൂടായ വെള്ളമാണ്. തിളക്കുന്നത് വെച്ചുകൊടുത്തിട്ട് ഇത് നമ്മൾ നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. നമ്മളാണെങ്കിൽ ബട്ടറും ചോക്ലേറ്റും ഈക്വൽ എമൗണ്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും നേരം ശബ്ദം കേട്ടത് നമ്മുടെ കറണ്ടിൻ്റെ ശബ്ദമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. വേറെ മുട്ട എടുത്താണ്. ഇനി നമുക്ക് വാനില എസൻസ് ഒഴിക്കണം. വാനില എസൻസ് ഒഴിക്കുകയാണ്. നമ്മൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. നമ്മൾ അങ്ങനത്തെ അളവിലാണ് ഉണ്ടാക്കണത്. നമ്മൾ അളവൊന്നും എടുക്കണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിലതൊക്കെ അളവ് എടുക്കണുള്ളൂ. നമ്മളൊരു കമ്മട്ടത്തിൽ ഉണ്ടാക്കുകയാണ്. കുറച്ച് മൈദ മാറ്റിയിരുന്നു കേട്ടോ, കാരണം അളവിന് കുറച്ച് മാറ്റമുള്ള ഒരു സംശയമുണ്ട്. പിന്നെ ഇവിടെ കൊക്കോ പൗഡർ നമ്മൾ എടുക്കുന്നുണ്ട്. കേട്ടോ കൊക്കോ പൗഡർ കൂടി ഉണ്ട്. നമുക്ക് ഫുൾ മതി സാരില്ല. നമ്മളപ്പം തന്നെ ക്ലീൻ ചെയ്യും, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കൂല. അപ്പം ക്ലീൻ ചെയ്യും. അപ്പം നമ്മളിനി കൊക്കോ പൗഡർ ഇടുകയാണ്. നമ്മൾ ഏകദേശം ഇത്രയൊക്കെ ഇട്ടിടുന്നത്. ഇത്രയൊക്കെ മതി. ഇനി നമുക്കിത് ഇളക്കാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാണ്. കാരണം നമ്മൾ എഗ്ഗൊന്നും ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ടില്ലേനു. പിന്നെ നമ്മൾ ഇതിക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാതൊന്ന് മിക്സ് ആക്കിയിട്ട് അറിയില്ല. നമുക്ക് ഇതുകൊണ്ട് മിക്കവാറും ഈ നമ്മൾ എടുത്ത 4 മുട്ട ഇതിക്ക് തികയുണ്ടാവില്ല. തികയും, പക്ഷെ കുറച്ചും കൂടി വേണ്ടി വരും മുട്ട. കാരണം പൊടി കുറച്ച് കൂടിയിട്ടുള്ള സംശയമുണ്ട്. കുറച്ചും കൂടി മുട്ട പാലെന്തേലും നമ്മൾ ഒഴിക്കണം. കാരണം ഇതാക്കുന്നത് മാവ് പോലെ ആയിട്ടില്ല. ഹായ് ഗായ്സ്, അപ്പം നമുക്ക് ഇവിടെ ലഡ്ഡൊക്കെ കിട്ടിയിരിക്കണേ. ലഡും പിന്നെ ഇതൊക്കെ കിട്ടിയിരിക്കണേ. നല്ല സോഫ്റ്റ് ലഡു എന്നാണ് കുഞ്ഞോട് പറയണത്. കുട്ടി എടുത്തോളൂ. ഹായ് ഗായ്സ്, അപ്പം നമ്മളെ പൊടി ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് നമ്മളൊരു മുട്ടയും കൂടിയും കുറച്ച് പഞ്ചസാരയിൽ അടിച്ചു. ഇപ്പം നമ്മൾ പഞ്ചസാരയും കൂടി ഇടുകയാണ്. നമ്മൾ എത്ര കപ്പ് പഞ്ചസാരയാണ് അടിക്കുന്നത്? 1.5 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തുക്കണേ. അതിൻ്റെ കൂടെ നമ്മളൊരു മുട്ടയും കൂടി എടുത്തു. കാരണം ഭയങ്കര ഡ്രൈ ആയത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ള് ഇതിക്ക് ഇട്ടിട്ട് ചോക്ലേറ്റ് നമുക്ക് ഒഴിക്കണം. അത് കാണിച്ചത് ചെറുതായിട്ട് പാളിക്കണം ഇപ്പോഴും. കാരണം ഭയങ്കര ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കണത്. പക്ഷെ നമ്മളടുത്ത് ഇവിടെ ചോക്ലേറ്റിൻ്റെ ഇതുണ്ട്. നമ്മളടുത്ത് ഭയങ്കര കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് പാൽ ഒഴിക്കാമെന്ന്. കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ലൂസാക്കാൻ പോവുകയാണ്. ലൂസാവുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെച്ചു അത് കുറച്ചും കൂടി മിക്സ് ആയിക്കോ. ഇത് നമ്മൾ നേരത്തെ പഞ്ചസാര എന്താ അടിച്ചല്ലേ? ഉപ്പില്ലാത്തതാ അടിച്ചോട്ടട. അപ്പോൾ ഇതാക്കണം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. കുറച്ച് ലൂസായി ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഈ ചോക്ലേറ്റ് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഗായ്സ്, ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടൊക്കെ ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ അവസാനം റെഡി ആവുകയാണെങ്കിൽ പറഞ്ഞു കേട്ടോ. അത് നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചിരിക്കണം. മിക്സിക്ക് ചെറുതായിട്ടൊന്ന് പാളിക്കണം. പുകയൊക്കെ വന്നിരുന്നു. ഒക്കെ നീതുവിൻ്റെ കയ്യിൽ അതെല്ലാം എന്താ പറയുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. നല്ല ഗ്ലേസിങ് കഴിക്കണേ. ഇത് വെള്ളമായി വെള്ളം പോലെ ഇരിക്കണേ. പക്ഷെ നല്ല പ്രശ്നമില്ല. വെള്ളം പോലെ ആയാലും പ്രശ്നം. കുറച്ച് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കട്ടി തൈകളൊക്കെയല്ലേ ഫുള്ള് നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കാണട്ടെ ഗായ്സ്. ഇവിടെ ഭയങ്കര ശബ്ദമുണ്ട്. ഓക്കെ അല്ല. അപ്പോൾ ഇതാക്കുന്ന ഗായ്സ്, നമ്മൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ട്. എവിടെ ഒന്ന് പാളിക്കണം. ഞങ്ങൾ മൈദയൊന്നും ഞങ്ങൾ അരിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചോണ്ടി. പിന്നെ നോക്കണേ, നമ്മളിവിടെ ചോക്ലേറ്റ് മെല്ലോനെയാണ്. അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ അവസാനം നമ്മൾ ബാറ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ശരിക്കും സ്ക്വയർട്ടിന് നമ്മളെടുത്ത് ഉണ്ട്, ഇല്ലായിട്ടല്ല.
പക്ഷെ ചെറുതാണെന്നുള്ളൂ. അത് നമ്മുടെ അടുത്തുള്ള വലിയതാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുത് തോന്നുന്നില്ല, പക്ഷെ ഇത് 2 kg അല്ലേ, 2 kg ആണ്. നമ്മൾ ബട്ടർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. മതി ഓവർ ബട്ടർ വേണ്ട. നമുക്കിത് കൈ കൊണ്ട് തന്നെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതെന്തായാലും രസമുണ്ടാവും. അത്ര ഫ്ലഫി ടേസ്റ്റി ആയിട്ടാണ് വന്നിക്കണേ. ഇതേക്കണേ കുഞ്ഞോളും ഇവിടെ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി നമുക്ക് കളയണ്ട, കാരണം നല്ല ടേസ്റ്റുള്ള സാധനം. ബ്രൗണി അല്ലേ, എല്ലാവർക്കും അറിയില്ല, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇട്ടോ ലൈറ്റിൻ്റെ ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് ശരിയാക്കാം. ഞാനിവിടെ ലൈറ്റ് ഇടാതെ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കണേ. പക്ഷെ ഉച്ച സമയം ആയിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടില്ല. അത് നമ്മൾ ചോക്ലേറ്റ് എടുക്കാൻ നമുക്ക് ഇടാൻ നമ്മൾ ഒരിക്കലും ഫിഷ് കാണിക്കരുത്. ഫിഷ്ക്ക് ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ വിതറാണ്. നിങ്ങളടുത്ത് വിതറിക്കൊണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വിതറിന് ഇത്രയുള്ളൂ കേട്ടോ. കുത്തി കൊടുക്കാം. ഇനി ഫുള്ള് ഇങ്ങനെ താത്തി കൊടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റിൽ നിന്നോളും. പിന്നെ അതുപോലെ നമ്മൾ തിന്നിങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ കാണിച്ചാൽ കേട്ടോ. പ്രതീക്ഷ ഉണ്ടല്ലേ ജയിക്കുന്ന്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ പറ്റാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളിലൊക്കെ ഇങ്ങനെ ക്രാക്സ് കൊണ്ടത് ഇങ്ങനെ പൊട്ടാനായി. അപ്പോൾ എന്തിൽ തന്നെ വെച്ചതാണ്. ഇനി ഇതാ നമ്മൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റാക്കി എടുത്താണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാ, ഇങ്ങനെ ഷേപ്പിലിട്ടോ, ലൈനായിട്ട്. ഇത് നമ്മൾ നല്ല തിക്കായിട്ടോ ഉണ്ടാക്കിക്കണേ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക വിചാരിച്ച്. ചോക്ലേറ്റ് മെൽറ്റ് ആയിരിക്കുന്നത് പാലിരിക്കണം, പക്ഷെ ഒന്നും സാറില്ല, നമുക്ക് ടേസ്റ്റ് മാത്രം മതിക്കോ. നമ്മൾ പാലിലാണ് ഇത് മെൽറ്റ് ആക്കിയിരിക്കുന്നത്. നമ്മളിങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യാനൊക്കെ നോക്കുക, പക്ഷേ നമുക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യുക. ടേസ്റ്റ് മാത്രമാണ് നമുക്ക് മുഖ്യം. ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാതെ കാരണം അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയ പോലെ നിങ്ങൾ ഒഴിച്ചോണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊന്ന് ചെറുതായിട്ട് പാളിപ്പോയതാണ്, പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാണുമ്പോൾ തന്നെ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാണ്ട് ഇത് തോന്നാം നമുക്ക് അല്ലേ. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ വളരെ പാടായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് കട്ട് ചെയ്യണേ ഇതിൻ്റെ ഒന്ന് കാണാം ഗൈസ്. അപ്പം നമുക്ക് സ്ക്വയർ പോലെ തന്നെ ഇട്ട് മുറിക്കണേ. ചോക്ലേറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പാടിയതാണ്, പക്ഷെ ടേസ്റ്റിലും കുറച്ച് വീതിക്ക് മുറിച്ചോ, അത് നമുക്ക് തിന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു പൊട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരട്ടോ ഗൈസ്. ഇങ്ങനെ കൂടി മുറിക്കാം. ഞങ്ങൾ വിചാരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും തന്നെയാണ്. നമുക്ക് നോക്കാം, കാരണം കാണുമ്പോഴൊക്കെ നല്ല ചോക്ലേറ്റ് ഇരിക്കണം. ഞങ്ങൾ ഉള്ളിൽ നല്ല ചോക്ലേറ്റ് ഫില്ല് ചെയ്യുന്നതിനല്ലേ. ഒരു ഡാർക്ക് കോമ്പൗണ്ട് തമ്മില്ലാണ്ട് അത് മുഴുവൻ ഞങ്ങളിലേക്ക് ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉള്ളത്. ഏതായാലും നമുക്ക് ചെറിയൊരു പൊട്ട് നോക്കാം, ടേസ്റ്റ് ചെയ്ത്. ഏതൊരു പൊട്ടെടുക്കാം, ഒന്നും പ്രശ്നമില്ല. നമ്മൾ കൈയോടെ തന്നെ എടുക്കണം, കാരണം നമ്മൾ വീട്ടിലത്തെ കുട്ടിയൊക്കെ തന്നെയാണ് തിന്നാൻ. ഗൈസ് നല്ല ചോക്ലേറ്റ് ഫഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കണേ. നല്ല ടേസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നതിനെ കണ്ടിട്ട് തിന്നോക്കാം. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നമ്മൾ തൊടുമ്പത്തിന് ഇങ്ങനെ സീനടാ. അപ്പോൾ ഇതാക്കണ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്തു വെച്ച ചോക്ലേറ്റ് ആണെങ്കിൽ എടുത്ത് വേണ്ടിയത്. എല്ലാവർക്കും നോട്ടം ആരിങ്ങനെ വിചാരിച്ചിരിക്കണേ ആരപ്പോൾ ഇതെടുക്കുക. നമുക്ക് ചോക്ലേറ്റ് ആയിട്ടുള്ള ഭാഗം തന്നെ എല്ലാവരും എടുത്ത് നോക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്കും അങ്ങനെ ഒരു ഭാഗം തന്നെ നോക്കിയെടുക്കുക. നിങ്ങൾ ആസ്മർ കാണിച്ചു തരാണെങ്കിൽ ശബ്ദം കേട്ടോളി. ഇത് ഒച്ചുണ്ടാവില്ല ഗൈസ്, കാരണം ഇത് നല്ല ചോക്ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വായ തുറന്നുങ്ങാണ്ട് തിന്നാൻ കഴിയുന്നില്ല, വായ അടച്ചുങ്ങാണ്ട് തിന്നാൻ കഴിയുന്നുള്ളൂ.